ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ദൈവരാജ്യം സ്ഥാപിച്ചിട്ടില്ല. യേശു ഇനിയും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആണ് വന്ന് ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്. രണ്ട് മുഖ്യമായിട്ടുള്ള ഫോൾസ് ഡോക്ട്രിൻ ചർച്ചിൽ നിന്ന് പോകാത്തതുകൊണ്ടാണ് ചർച്ചിൻ്റെ എഫക്റ്റീവ്നെസ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഒന്ന്, പിതാവായ ദൈവം പുത്രനെ ശിക്ഷിച്ചു, നമ്മളെ ശിക്ഷിക്കുന്നതിന് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന് പറയുന്ന ഡോക്ട്രിൻ. രണ്ട്, റാപ്ചർ തിയോളജി. ഇവിടുന്ന് ഒരു ദിവസം നമ്മൾ കുറച്ച് നല്ല പേരെ എടുത്തു പോയിട്ട് ബാക്കിയുള്ളവർ നമുക്കിട്ട് പണി തന്നവരൊക്കെ ഇവിടെ കിടക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടിനെ കൊണ്ടുവന്ന ഡോക്ട്രിനുകളാണ്. ആസന്ന ഭാവിയിൽ യേശു വരും, യേശു വരുമ്പോൾ കുറച്ചുപേരെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും, ബാക്കിയുള്ളവർ നിത്യനാശത്തിലൂടെ കടന്നു പോകും എന്നൊക്കെയുള്ള ഡോക്ട്രിൻസൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ കണ്ടു. അത് ലെസ് ദാൻ 150 years ആയിട്ടേ ഉള്ളൂ ഈ റാപ്ചർ തിയോളജി സഭയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഒരു എപ്പിസ്കോപ്പൽ ചർച്ചിലും റാപ്ചർ തിയോളജി ഇല്ല. ഈ ഡോക്ട്രിൻ വന്നപ്പോഴത്തേക്ക് വന്ന മനുഷ്യൻ്റെ ധാരണ യേശുവിൻ്റെ രണ്ടാം വരവിലാണ് എല്ലാം സെറ്റാകാൻ പോകുന്നത്. രണ്ടാം വരവിലാണ് സെറ്റാൻ പോകുന്നതെങ്കിൽ എന്തിനാ ഒന്നാം വരവ് വന്നത്? ഈ രണ്ടാം വരവ് എന്നാൽ പിന്നെ ഒന്നാം വരവ് ആക്കിയാൽ പോരായിരുന്നോ? ആക്ച്വലി 1-2 സ്ക്രിപ്ചറിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മുതലാണ് കാരണമാണ് അങ്ങനെ വന്നത്.